മാസപ്പടി കേസിൽ മുൻമന്ത്രി മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ഇ.ഡി. അന്വേഷണം. റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീണ പണം കൈമാറിയെന്നാണ് വിവരം. 2021 വീണ ടി സൊളസ് എന്ന പരസ്യ കമ്പനിക്ക് പണം കൈമാറിയതായി കണ്ടെത്തൽ. CMRൽ നിന്നും ലഭിച്ച പണമാണോ കമ്പനിക്ക് എന്നതിലാണ് വ്യക്തത വരുത്തുക. വീണയ്ക്കെതിരെ ഫെമ കേസെടുക്കാനും തീരുമാനമുണ്ട്. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക്, പ്രചാരണ ഫണ്ടിലേക്ക് അടക്കം വീണ പണം കൈമാറി എന്നുള്ള ഒരു സംശയം അത് ബലപ്പെടുത്തുന്ന രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്? ഇ.ഡിയുടെ അന്വേഷണം അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകവുമാണ്? KP ഇവിടെ കൃത്യമായി തന്നെ വീണയ്ക്ക് അനധികൃതമായി വന്ന പണം വീണ പല വിധത്തിൽ അല്ലെങ്കിൽ വകമാറ്റി പല മാർഗങ്ങളിലൂടെ മാറ്റിയിട്ടുണ്ട്. അത് ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന രീതിയിൽ വന്നിരിക്കുന്ന പണം എന്ന് പറയുന്നത്. അതാണ് 2021 സോളസ് എന്ന പരസ്യ കമ്പനിക്ക് പണം കൈമാറിയതായി കണ്ടെത്തിയത്. ഈ പരസ്യ കമ്പനിക്ക് വീണ പണം നൽകുന്നത് മുഹമ്മദ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് ഈ ഒരു പണം നൽകിയത് എന്നാണ് വ്യക്തമാകുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ പേരിൽ വലിയ തന്റെ കൈവശം എത്തിയിരിക്കുന്ന പണം പല വിധത്തിൽ ഇത്തരത്തിൽ മാറ്റുകയായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിനാമി കള്ളപ്പണ ഇടപാടുകളുടെ ഭാഗമായി ആ പണം മാറ്റി എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അന്വേഷണം നീളുകയും ചെയ്യുന്നത്. റിയാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ്. ഒപ്പം തന്നെയാണ് പിണറായി വിജയൻ കൂടി ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത്. കൃത്യമായി തന്നെ ആരുടെയെല്ലാം തെരഞ്ഞെടുപ്പിൽ ഫണ്ടുകളുടെ ഭാഗമായി ഇത്തരത്തിൽ പണം മാറ്റിയിട്ടുണ്ട്. റിയാസിനൊപ്പം തന്നെ മറ്റ് ആരുടെയെങ്കിലും തെരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്ക് ഇത്തരത്തിൽ പണം കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പ്രധാനമായും അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഈ 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് കടത്തിയത്. അത് ഹവാല മാർഗത്തിലൂടെ അനധികൃതമായി നിയമവിരുദ്ധമായ പണം കൈമാറ്റം നടന്നിട്ടുള്ളത്. അത് ഹവാല ചാനൽ വഴിയാണ് ആ പണം കൈമാറ്റം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പണം ആരുടെ കൈവശമാണ് എത്തിയത് എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അവിടെ ആരെങ്കിലും വീണയുടെ ബിസിനസ് പങ്കാളികളായി ഉണ്ടായിരുന്നോ, അവരിലൂടെയായിരുന്നോ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് എന്ന് കണ്ടെത്തണം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിലവിൽ PMLA കേസിൽ പ്രതിയായതിനൊപ്പം തന്നെ ഫെമ കേസ് കൂടി രജിസ്റ്റർ ചെയ്യും വീണയ്ക്കെതിരെ എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്ന സൂചന എന്ന് പറയുന്നത്. കാരണം അത്തരത്തിലുള്ള തെളിവുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, 85 ലക്ഷം രൂപയുടെ വിദേശത്തേക്കുള്ള പണമിടപാട്, അത് തന്നെയാണ് ഫെമ കേസിന് ആധാരമായി മാറുകയും ചെയ്യുക. ഒപ്പം ഇവിടെ നടത്തിയിട്ടുള്ള 200 കോടിയോളം രൂപയുടെ 20 കോടിയോളം രൂപയുടെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ആ സാമ്പത്തിക ഇടപാടുകൾ ആർക്കെല്ലാം വേണ്ടിയാണ് ആ പണം കൈമാറ്റം നടന്നിട്ടുള്ളത്, എന്തിനെല്ലാം വേണ്ടിയാണ് ഇത്രയധികം പണം കൈമാറ്റം? കാരണം വീണയുടെ ഡയറിയിലുണ്ടായിരുന്ന ഡയറി കുറിപ്പുകളിൽ പരിശോധിച്ചപ്പോഴാണ് ആദ്യത്തെ 9 പേജുകൾ മുഴുവൻ ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അവർ പണം നൽകിയ ആളുകൾ, അവർക്ക് പണം ലഭിച്ച ആളുകൾ, തെരഞ്ഞെടുപ്പ് ഫണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പുറത്തേക്ക് അയച്ച പണത്തിന്റെ കണക്കുകളെല്ലാം തന്നെ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡയറി കുറിപ്പുകൾ കേന്ദ്രീകരിച്ചും ചില ഡിജിറ്റൽ ഉപകരണങ്ങൾ, പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിലെ വിവരങ്ങൾ ശേഖരിച്ചുമാണ്. കാരണം ഒരു സിം തയ്യാറാക്കി, ആ സിം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പേരിലെടുത്ത സിമ്മാണ്. ഇങ്ങനെ കൃത്രിമമായ സിം ഇടപാടുകളിലൂടെ നടത്തിയിരിക്കുന്നത് വലിയ തോതിൽ ഉള്ള ഇന്റർനെറ്റ് കോളുകൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വൈഫൈ സൗകര്യങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സിം ആരുടേതാണ്, ആർക്ക് വേണ്ടിയാണ്, ആ സിമ്മിലൂടെ നടത്തിയിട്ടുള്ള ഇന്റർനെറ്റ് കോളുകൾ ആരെല്ലാമായിട്ടാണ് നടത്തിയിട്ടുള്ളത്? ഇത്ര ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ എന്തിന് വീണ നടത്തണമെന്ന ചോദ്യം ഇവിടെ ഏറ്റവും പ്രസക്തമായി നിൽക്കുകയുമാണ്. KP, മാസപ്പടി കേസിൽ വീണയ്ക്ക് പിന്നാലെ മുഹമ്മദ് റിയാസിനും കുരുക്ക് മുറുകുകയാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.